ആരാ ബാക്കില്? എന്താ പുല്ലേ? ഗുഡ് നൈറ്റ് പറയാൻ മറന്നുപോയി. ഗുഡ് നൈറ്റ്. നോക്ക്, അപ്പുക്കുട്ട പേടിച്ചില്ലല്ലോ. എന്താ എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. ബുദ്ധി ഉള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? എന്റെ അമ്മാവൻ മരിച്ചത് പല്ലുവേദന വന്നിട്ടാ. വേദന വന്ന നിമിഷങ്ങൾക്ക് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു, ഞാനൊരു ഡെന്റിസ്റ്റ് ആവുമെന്ന്. അറിയോ? എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റ ഇടിച്ച് ഫ്രണ്ട് പല്ലില്. എന്തിനാ കരഞ്ഞത്? എന്താ എന്ത് പറ്റി? ബാത്റൂമിൽ മുള്ളിയ അത് നല്ലതല്ലേ? വാടയാ ബാത്റൂമല്ലേ, വാട കാണും. നിക്കേ, ഇത് കണ്ടിട്ട് എന്തേലും തോന്നുന്നുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ? നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ചായ കുടിക്കാൻ. അതല്ല. എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും, പൊറോട്ടയും മുട്ടയും. ഏത് തെണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവ് പ്രദേശത്തിലുണ്ടെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത്? നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് ഊട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. അല്ല, ജാനകിയുമായിട്ട് എന്തിനാ വഴക്കായത്? അന്ന് ഹണിമൂണിന് പോയപ്പോ ചെലവ് ചുരുക്കാൻ ഞാൻ അവളെ കൊണ്ടുപോയില്ല. അത് തെറ്റാണോ? ജെസിക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ല. വിസിൽ വിഴുങ്ങിയ 5 വിസിൽ വിഴുങ്ങിയ ഗ്യാസ് കയറിയോ? എവന്റെ ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയോണ്ട് പതുക്കെ വരുവുള്ളെന്ന്. കഴുത ഭാര്യയ്ക്ക് ഗ്യാസ് കയറിയ ഞാനെന്ത് വിളിച്ച് പറഞ്ഞത്? വഴി മാറോ? തമിഴനാടാ, മലയാളം മനസ്സിലാവില്ല. ഞാൻ പറയാം. അണ്ണാച്ചി വളിവിട്, വളിവിട്. സോറി അണ്ണാച്ചി, വളികൾ വിടുങ്കോ. അപ്പുക്കുട്ടാ, 2 സോഡ ഇഞ്ഞെടുത്തേ. എന്താ? തണുത്ത സോഡ ആണോ കൂൾ സോഡ ആണോ? കൂൾ സോഡ. എന്താണ് ഇത്? സോഡ പൊട്ടിച്ചതാ. ഇങ്ങനെയാണോ സോഡ പൊട്ടിക്കുന്നത്? നീ അല്ലേ പറഞ്ഞത് കൂൾ സോഡ വേണമെന്ന്? മനുഷ്യന്റെ ഗ്യാസ് ഇപ്പൊ പോയേനെ. സോഡ പൊട്ടിച്ചാ പിന്നെ ഗ്യാസ് പോവില്ല, ഷോക്ക് അടിക്കും. ഞാനിപ്പോ ഇതിനകത്ത് നിന്ന് കൂൾ സോഡ എടുത്താണല്ലോ. എണ്ണ വേണോ? ഗുഡ് മോർണിംഗ് ഡൊറോത്തി മാഡം. ആക്ച്വലി ഒരു പ്രോബ്ലം. വേലക്കാരിയാടാ. ലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മദാം മേരി. ഡൊറോത്തി മാഡത്തെ പാക്ക വന്നത്. ഇത് തന്നെയല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്ത നിറം. വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താ എന്താടാ? ടയർ പഞ്ചറാടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യില് വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ സോറി, മുംബൈയിൽ നിന്ന്. മാംസം, ലഹരി, ശാരീരിക ബന്ധം ഇതൊക്കെ നിർബന്ധമായും വർജിക്കണം. താങ്ക് യു ഫാദർ. ലഹരി, ശാരീരിക ബന്ധവും നമുക്കിഷ്ടം, വർജിക്കാം. മാംസം ഞാൻ കഴിക്കാറില്ല. കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത്. അതായത് വീട്ടമ്മമാരുടെ ദിനം അല്ലേ? ഫെബ്രുവരിയിലല്ലേ? അയ്യോ, അത് നമ്മുടെ നാട്ടില്. ഇത് തമിഴ്നാടാ. ഇവിടെ അത് ഇന്നാ. അതെ, തമിഴ്നാട്ടിലൊക്കെ ഫെബ്രുവരി ഈ മാസം, ഡിസംബർ. പൊട്ടിച്ചല്ലോ പ്ലേറ്റേ പൊട്ടിയുള്ളൂ, പപ്പടം പൊട്ടിയില്ല. അവനക്ക് ഇല്ല സാർ. ഏത് ഉടമ്പ് ശരിയില്ലാമേ ഡോക്ടർ വന്ന് കാലെല്ലാം എടുത്തിട്ട് പോയാച്ചി. അയ്യോ, ഡോക്ടർ കാലി പിടിച്ചെടുത്തോണ്ട് പോയെന്ന്. ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ ഹോസ്പിറ്റൽ ആയിരിക്കും. വാ ഈശ്വര, പല്ലുവേദന ആയാ മതിയായിരുന്നു. ഒരു അച്ഛന്റെ പല്ല് ഇതുവരെ ഇളക്കിയിട്ടില്ല. അത് അവിടെ കുളിമുറിയില് ചൂടുവെള്ളം കിട്ടുന്നില്ല അല്ലേ? അത് ഗേറ്റിൽ ഫാദർ ലൈൻ ഷോർട്ട് ആക്കിയതാ. എന്താ ആ ഫാദർ ചെയ്യുന്നേ? ഏയ് ഒന്നുമില്ല. ഫാദർ ബംഗ്ലാവ് വെള്ളം തളിച്ച് വ്യസനിക്കുക. വ്യസനിക്കല്ല, വെഞ്ചരിക്കുക. ഓ, ക്രിസ്ത്യാനികൾ അങ്ങനെയും പറയോ? പറയോടി.